പക്ഷെ നമ്മൾ ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ വീണ്ടും ഒരു നിരാശ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഇപ്പം എല്ലാവരും പറയുന്നത് ഗൗതം ഗംഭീറിന്റെ ഒരു ഒരു മിസ്മാച്ചാണ് അദ്ദേഹം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതാണ് റിവ്യൂസ് ഒക്കെ വരുന്നത്. അതിൽ പിന്നെ ദിലീപ് അതിന് കാണുന്ന ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നുണ്ട് ഒരു സീരീസും കൂടി കൊടുക്കുകയായിരിക്കും. നമുക്ക് ശ്രീലങ്കയിൽ ഓഗസ്റ്റിലൊരു സീരീസ് ഉണ്ട്. അതും കൂടി അത് തോൽക്കാൻ നല്ല സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അവര് ഇന്ത്യയുടെ ഇപ്പൊ സ്പിൻ ബോളിങ്ങിനെതിരെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ പിച്ചുകളായിരിക്കും ഗോളിലായാലും ആയാലും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നല്ലൊരു ടെസ്റ്റ് ആയിരിക്കും നമുക്ക്. അതെങ്ങാനും തോറ്റ ടെസ്റ്റ് ടീമിന്ന് ഗംഭീറിനെ മാറ്റാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് രണ്ട് വശമാണ് ശരിക്കും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വളരെ നല്ല ഒരു കോച്ചാണ് ഗംഭീർ. മറ്റേ 50 ഓവേഴ്സിൽ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു, T20 ഏഷ്യ കപ്പ് ജയിച്ചു. പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ ഇംഗ്ലണ്ടിലത്തെ ഒരു സീരീസ് ഒഴികെ അത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജയിക്കേണ്ട സീരീസാണ് 2-2 ഡ്രോ ആക്കിയത്. ഇതിൽ പ്രശ്നം എന്താണെന്ന് ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കളിക്കാരിൽ ഒരു വിശ്വാസമില്ല. അതിപ്പോൾ പല ടീമിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഇംഗ്ലണ്ട് ആഷസ് തോൽക്കാൻ ഒരു കാരണം അതാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ സെലക്ട് ചെയ്യാതെ ഒരു പാർട്ട് ടൈം കളിക്കാരനെയാണ് ആഡ്ലേഡ് പോലത്തെ ഒരു കളിയിൽ കളിപ്പിച്ചത്. അപ്പം അത് ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലാ കാലത്തും സ്പെഷ്യലിസ്റ്റിനുള്ള ഒരു കളിയായിരിക്കും. മാക്സിമം 2 ഓൾറൗണ്ടർമാർ, അത്രയും ക്വാളിറ്റി ഉള്ള ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാനവും ഇല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ. ഒന്നുമില്ലെങ്കിൽ ഗംഭീർ സ്വയം ആ ടാക്ടിക്സ് മാറ്റണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു VVS ലക്ഷ്മൺ, ഞാൻ കേട്ടത് ലക്ഷ്മണെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിന് ശേഷം. എനിക്ക് 22 കൊല്ലമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു ഉത്തരം തന്നിട്ടില്ല, നിങ്ങൾ സംസാരിച്ചോ ഇല്ല എന്നുള്ളതിനെ പറ്റി. പക്ഷെ തീർച്ചയായിട്ടും ലക്ഷ്മണെ ആയിരിക്കും അവർ അപ്രോച്ച് ചെയ്യുക ഇത് ക്ലിക്ക് ആയില്ലെങ്കിൽ.